ഇത്തിരി ബാക്കി വന്നിരിക്കുന്ന സ്വർണം എടുത്തോട്ടെ എന്ന് ഈ തട്ടിപ്പുകാരൻ പോറ്റി അദ്ദേഹത്തിനോട് അനുവാദം ചോദിക്കുന്നത്. എന്നിട്ട് ഇപ്പോ ഈ വാസു വന്നിട്ട് പറയുന്നത് എന്താണ്? അത് അയാളുടെ സ്വർണ്ണമാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളെ നാളെ വരും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണെങ്കിൽ അത് സാറേ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാസുവിനോടാണ് ചോദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തിന്റെ എല്ലാം കസ്റ്റോഡിയൻ വാസുവാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തമായിട്ട് സ്വത്തില്ലേ? ഇദ്ദേഹം ആരുടെയെങ്കിലും ബെനാമിയാണോ? നോക്കൂ, അപ്പോ ഈ തട്ടിപ്പൊന്നും അദ്ദേഹം മാത്രമല്ല, ജസ്റ്റിസ് ബാലേന്ദ്രൻ പറഞ്ഞതിൽ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇതൊക്കെ സ്വർണം പൂശി ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ഈ എൻ വാസുവും അദ്ദേഹത്തോടൊപ്പം അവിടെ നിന്ന് മകരവിളക്ക് തൊഴുതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയില്ല. ഇനി ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന സമയത്ത് ദേവസ്വത്തിന്റെ മറ്റ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, ദേവസ്വം കമ്മീഷണർമാരുണ്ടായിരുന്നു, തിരുവാഭരണം കമ്മീഷണർമാരുണ്ടായിരുന്നു, ഈ സ്വർണ്ണത്തിനെ ചെമ്പാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്, വേറെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുണ്ട്, ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്ന ദേവസ്വം സെക്രട്ടറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഓഫീസർമാരുണ്ട്, സ്വർണ്ണപ്പണിക്കാരുണ്ട്, ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊരു ഗൂഢമായിട്ടുള്ള ഒരു സംഘമായിട്ട് മാത്രം പ്രവർത്തിച്ചാൽ മാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈസ്റ്റാണ്. അവരുടെ അവസാനത്തെ കമന്റ് ഇന്ന് ശ്രീ ഷിബു ബേബി ജോണിന് വിട്ടുകൊടുക്കുകയാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പഞ്ചാബിന്റെ വല്ല മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ സ്ഥിതി? അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ ഇപ്പോൾ കോപ്പർ ടെമ്പിളായി മാറിയനെ. സുവർണ